പ്രതീക്ഷിക്കാത്ത വഴിത്തിരിവുകൾ ജീവിതത്തിൽ പലപ്പോഴും സംഭവിക്കാറുണ്ട്. അതിലൊന്നാണ് 50 വർഷക്കാലം ജീവന് തുല്യം സ്നേഹിച്ച CPM-ൽ നിന്ന് പുറത്താക്കപ്പെടുകയും ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ടി വരികയും ചെയ്തു. ജയിക്കുമെന്ന ഒരു പ്രതീക്ഷയിലുമല്ല മത്സരിച്ചത്. മത്സരിക്കാനൊട്ട് താല്പര്യവും ഉണ്ടായിരുന്നില്ല. മത്സരം എന്നെ പുറത്താക്കിയ പാർട്ടി തന്നെ എൻ്റെ മേൽ അടിച്ചേൽപ്പിച്ചതാണ്. ഞാൻ മത്സരിക്കാൻ തീരുമാനിക്കുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ നേതൃത്വത്തിൽ എൻ്റെ ശ്രദ്ധയിൽ പെടാൻ പാകത്തിൽ ചില അഭിപ്രായങ്ങൾ പറഞ്ഞിരുന്നു. ഞാൻ 5 വർഷക്കാലം ആ പാർട്ടിയിൽ നടത്തിയ പോരാട്ടം. ആ പോരാട്ടത്തിൽ ഞാൻ കളങ്കിതനെന്ന് തെളിവ് സഹിതം വ്യക്തമാക്കിയ വ്യക്തിയെ തന്നെ സ്ഥാനാർത്ഥിയാക്കാനാണ് പാർട്ടി തീരുമാനിച്ചത്. ഞാൻ നേതൃത്വത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയത് ഇദ്ദേഹത്തെ മാറ്റി മറ്റൊരാളെ പയ്യന്നൂരിലെ സ്ഥാനാർത്ഥിയാക്കിയിരുന്നുവെങ്കിൽ ഞാൻ മത്സരിക്കില്ല എന്നാണ്. പക്ഷേ നേതൃത്വത്തിന് വാശിയാണ് അദ്ദേഹത്തെ തന്നെ മത്സരിപ്പിക്കണമെന്ന്. അത് ജനങ്ങളോടുള്ള ഒരു വെല്ലുവിളിയായിട്ടാണ് ഞാനതിനെ നോക്കിക്കണ്ടത്. അതുകൊണ്ടാണ് പലരുടെയും നിർബന്ധത്തിന് വഴങ്ങി സ്ഥാനാർത്ഥിത്വത്തിലേക്ക് വരാൻ സന്നദ്ധമായി. പിന്നീട് ഐക്യജനാധിപത്യ മുന്നണി എനിക്ക് നിരുപാധിക പിന്തുണ പ്രഖ്യാപിച്ചു. അങ്ങനെ പിന്തുണക്കുമ്പോൾ ആ പിന്തുണ സ്വീകരിക്കാതിരിക്കേണ്ട കാര്യമില്ല എന്നാണ് എൻ്റെ ഒരു നിലപാട്. പക്ഷെ UDF-ന്റെ പിന്തുണ കൊണ്ട് പയ്യന്നൂരിൽ ജയിക്കാൻ സാധിക്കില്ല എന്ന് എല്ലാവർക്കും ബോധ്യമുള്ളതാണ്. 2021 തെരഞ്ഞെടുപ്പിൽ 44,000-ൽ താഴെ വോട്ട് UDF-നും 94,000-ത്തോളം 94,000-ലേറെ വോട്ട്, ഏതാണ്ട് 95,000-ത്തിനടുത്ത് വോട്ട് LDF-ന് ലഭിച്ച മണ്ഡലമാണിത്. ഈ മണ്ഡലത്തിന്റെ ചരിത്രത്തിൽ മാത്രമല്ല, കേരള രൂപീകരണത്തിന് ശേഷം ഇങ്ങോട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥി അല്ലാതെ മറ്റൊരാളെയും വിജയിപ്പിക്കാത്തൊരു മണ്ഡലമാണ്. പയ്യന്നൂർ മണ്ഡലം രൂപീകരിക്കുന്നതിന് മുമ്പ് കേരള രൂപീകരണം പറയാൻ കാരണം 57 തെരഞ്ഞെടുപ്പിൽ VMS മത്സരിച്ചത് നീലേശ്വരം ദ്വയാംഗ മണ്ഡലത്തിലാണ്. അന്ന് പയ്യന്നൂർ നീലേശ്വര മണ്ഡലത്തിന്റെ ഭാഗമായി. പയ്യന്നൂര് കൂടി ഉൾപ്പെടുന്നതാണ് അന്നത്തെ നീലേശ്വര മണ്ഡലം. ഇവിടെ നിന്ന് ജയിച്ചാണ് VMS കേരളത്തിന്റെ മുഖ്യമന്ത്രിയായത്. ആ കാലം മുതൽ ഇങ്ങോട്ട് ഈ മണ്ഡലത്തിന്റെ ചരിത്രം കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്ഥാനാർത്ഥികളെ മാത്രം വിജയിപ്പിച്ച ഒരു മണ്ഡലമാണ്. ഈ അടുത്ത കാലത്ത് ഒരു രസകരമായ സംഭവം ഉണ്ടായി. പലരും ചാനലിൽ കണ്ടിട്ടുണ്ടാകും.
ഞാൻ ഗവൺമെന്റിന്റെ സത്യപ്രതിജ്ഞയ്ക്ക് വേണ്ടി തിരുവനന്തപുരത്ത് പോയപ്പോൾ പല നേതാക്കന്മാരെയും പോയി കണ്ടിരുന്നു. അതിലൊരാൾ രമേശ് ചെന്നിത്തലയാണ്. രമേശ് ചെന്നിത്തലയുമായി അകത്ത് സംസാരിച്ച് അയാൾ എൻ്റെ കയ്യും പിടിച്ച് പുറത്തേക്ക് മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നു. മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് കുറെ കാര്യങ്ങൾ മാധ്യമങ്ങളോട് പറഞ്ഞു. അപ്പൊ ആ കൂട്ടത്തിൽ ചെന്നിത്തല പറഞ്ഞു, എല്ലാ കാലത്തും കമ്മ്യൂണിസ്റ്റുകാരെ മാത്രം വിജയിപ്പിച്ച പയ്യന്നൂർ മണ്ഡലം ഒരു കമ്മ്യൂണിസ്റ്റുകാരനല്ലാത്തയാളെ വിജയിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അത് കഴിഞ്ഞ് എന്നോട് അഭിപ്രായം ചോദിച്ചപ്പോൾ ചെന്നിത്തലയെ നിർത്തിക്കൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു, എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് ചെന്നിത്തല പറഞ്ഞതിനോടൊരു വിയോജിപ്പ് പ്രകടിപ്പിക്കട്ടെ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ച എന്നും ഞാൻ ഇന്നും കമ്മ്യൂണിസ്റ്റ് ആണ് എന്നും ഒരു തിരുത്തൽ ഇതിനാവശ്യമാണ് എന്ന് ഞാൻ ചെന്നിത്തലയെ നിർത്തിക്കൊണ്ട് തന്നെ സൂചിപ്പിക്കുകയുണ്ട്. അതെല്ലാ ചാനലുകളും റിപ്പോർട്ട് ചെയ്തൊരു കാര്യമാണ്. ഈ പയ്യന്നൂർ മണ്ഡലം ഇന്നലെ വരെ മറ്റെല്ലാ രാഷ്ട്രീയ പാർട്ടികളും യോജിച്ചു നിന്നാലും CPM പരാജയപ്പെടുത്താൻ സാധിക്കാത്തൊരു മണ്ഡലമായിരുന്നു. ആ മണ്ഡലത്തിലാണ് ഇങ്ങനെ ഒരു അട്ടിമറി നടന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അപജയങ്ങളെ കുറിച്ച് എല്ലാ കാലത്തും പാർട്ടിക്കുള്ളിൽ വിമർശനങ്ങൾ ഉന്നയിച്ച ഒരാളായിരുന്നു ഞാൻ. അതിൽ പലതും നേരിട്ട് ബോധ്യമില്ലാത്തൊരു കാര്യമാണ്. മാധ്യമങ്ങളിലൂടെ പറഞ്ഞു കേൾക്കുന്ന കാര്യങ്ങൾ ആണ്. അതുകൊണ്ട് തന്നെ പാർട്ടി അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നൽകുന്ന വിശദീകരണം അംഗീകരിച്ചു പോകുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചത്. പക്ഷെ പയ്യന്നൂരിൽ ഉണ്ടായിട്ടുള്ള വിഷയം അത് സാമ്പത്തികമായി ഉള്ള 3 വിഷയം എനിക്ക് നേരിട്ട് ബോധ്യപ്പെട്ട കാര്യമാണ്. എനിക്ക് നേരിട്ട് ബോധ്യപ്പെട്ട കാര്യമെന്ന് മാത്രമല്ല, ആരുടെ മുമ്പിലും ബോധ്യപ്പെടുത്താൻ സാധിക്കുന്ന തെളിവുകൾ എൻ്റെ കൈവശമുള്ളതുമാണ്. അതുകൊണ്ട് എനിക്ക് നേരിട്ട് ബോധ്യപ്പെട്ട കാര്യങ്ങളിൽ ഒരു നയാ പൈസയും ആരും അപഹരിച്ചിട്ടില്ല, ഒരു നയാ പൈസയും പാർട്ടിക്ക് നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പാർട്ടി നേതൃത്വം വിശദീകരിച്ചാൽ അത് അംഗീകരിച്ചു പോകാൻ സാധിക്കുമായിരുന്നില്ല. അപ്പൊ അതിനകത്ത് നിരന്തരമായ പോരാട്ടം നടത്തി അവസാനം ഈ വിഷയം അടഞ്ഞ അധ്യായമാണ്, ഇത് റീഓപ്പൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന നിലപാട് CPM നേതൃത്വം സ്വീകരിച്ചപ്പോഴാണ് ഞാനൊരു പുസ്തകം എഴുതി ജനങ്ങളോട് ഈ കാര്യം പറയാൻ സന്നദ്ധമായി. അതിൻ്റെ പേരിനെ കുറിച്ച് CV ബാലകൃഷ്ണൻ ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് വന്നപ്പോ എൻ്റെ പോരാട്ടം സമൂഹത്തിൽ തുടരേണ്ടതുണ്ട് എന്ന ബോധ്യത്തിലാണ് ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ മുന്നോട്ട് വന്നിട്ടുള്ളത്. CPM സംബന്ധിച്ചിടത്തോളം വലിയ നിലയിൽ വോട്ട് കുറഞ്ഞു. ആ പാർട്ടിക്കകത്ത് നിന്ന് എനിക്ക് വോട്ട് വലിയ നിലയിൽ ലഭിക്കുമെന്ന പ്രതീക്ഷ ഞാൻ മത്സരിക്കുമ്പോൾ തന്നെ എനിക്കുണ്ട്. പക്ഷെ അത് എത്രത്തോളം ഒന്ന് കണക്ക് കൂട്ടാൻ സാധിക്കുന്നതല്ല. ഒരു പാർട്ടിക്കകത്തെ അടിയൊഴുക്ക് ആർക്കും മുൻകൂട്ടി പ്രവചിക്കാൻ സാധിക്കുന്നതല്ല.
തെരഞ്ഞെടുപ്പ് പോളിംഗ് കഴിയുന്നത് വരെ ഞാൻ വിജയിക്കുമെന്ന ഒരു പ്രതീക്ഷയും എനിക്കുണ്ടായിരുന്നില്ല. പക്ഷെ പോളിംഗ് കഴിഞ്ഞതിന് ശേഷം ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടൊരു പ്രതികരണമുണ്ട്. പലരും എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്, പലരോടും പറഞ്ഞ കാര്യങ്ങൾ കേട്ടറിഞ്ഞിട്ടുണ്ട്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആളുകൾ പോലും ഈ തെരഞ്ഞെടുപ്പിൽ എനിക്ക് വോട്ട് ചെയ്യാൻ സന്നദ്ധമായി എന്നതാണ് പോളിംഗിന് ശേഷം അറിയാൻ സാധിച്ചത്. അപ്പൊ അപ്പോൾ ഒരു വിജയപ്രതീക്ഷ ഉണ്ടായിരുന്നു. ആ വിജയപ്രതീക്ഷ കൗണ്ടിങ് തീർന്നപ്പോൾ അത് ശരിയായിരുന്നു എന്ന് എല്ലാവർക്കും ബോധ്യപ്പെട്ട ഒരു കാര്യമാണ്. മറ്റ് വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. കേരളത്തിലെ പാർട്ടി കൂടുതൽ കൂടുതൽ തെറ്റിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സാംസ്കാരിക രംഗത്തെ പ്രവർത്തകരുടെ നിലപാട് സംബന്ധിച്ചൊക്കെ CV സൂചിപ്പിച്ചിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പാണ് കേരളത്തിലെ പ്രമുഖനായ കവി സച്ചിദാനന്ദ മാഷ് 3ാം തവണ LDF അധികാരത്തിൽ വരാൻ പാടില്ല എന്ന് അഭിപ്രായപ്പെട്ടത്. അങ്ങനെ അഭിപ്രായപ്പെട്ടപ്പോൾ നേതാക്കന്മാരെല്ലാം വളഞ്ഞിട്ട് ആശയപരമായി ആക്രമിക്കാനാണ് സന്നദ്ധമായി. തുടർച്ചയായി അധികാരം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ദുഷിപ്പിക്കുമെന്നതിന്റെ ചില ഉദാഹരണങ്ങൾ CV ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സച്ചിദാനന്ദ മാഷ് അങ്ങനെ ഒരു അഭിപ്രായ പ്രകടനം നടത്തിയത്. അതിനുശേഷമുണ്ടായ സംഭവങ്ങളെ സംബന്ധിച്ചു ഇപ്പോൾ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മകളുടെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പൊ ED റെയ്ഡ് നടന്നതാണ്. അതിനോട് എന്ത് സമീപനമാണ് കേരളത്തിലെ CPM നേതൃത്വം സ്വീകരിച്ചത് എന്ന് നമ്മുടെ മുമ്പിലുള്ള വിഷയമാണ്. ഇങ്ങനെ ഒരു കോലാഹലം സ്വാഭാവികമായും ഉണ്ടാക്കേണ്ട ഒരു കാര്യമില്ല. അന്വേഷണം അവർക്ക് നടത്താൻ അധികാരമുണ്ട്. ആ അന്വേഷണത്തിൽ എന്തെങ്കിലും തെളിവ് കണ്ടെത്തിയാൽ മാത്രമേ അവർക്ക് നടപടിയുമായി മുന്നോട്ട് പോകാൻ കഴിയൂ. തെളിവ് കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് ഈ അന്വേഷണത്തിലൂടെ അവർ നടത്തിയത്. ഇടിയെക്കുറിച്ച് പല അഭിപ്രായങ്ങളുണ്ട്. ശരിയായ നിലയിലാണത് പ്രവർത്തിക്കുന്നത് എന്ന ഒരഭിപ്രായം എനിക്കുമില്ല. കാരണം ഇന്നവര് വലിയ ക്രമക്കേടുകൾ നടത്തിയ ആളുകൾക്കെതിരെ നടപടി സ്വീകരിക്കാതിരിക്കുന്ന എത്രയോ അനുഭവങ്ങൾ ഉണ്ട്. വലിയ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് അന്വേഷണത്തിലേക്ക് വന്ന ആളുകൾ പിന്നീട് രാഷ്ട്രീയം മാറിയപ്പോ ആ അന്വേഷണത്തിൽ എന്ത് സംഭവിച്ചു എന്നതും നമ്മുടെ മുമ്പിലുള്ള കാര്യമാണ്. പക്ഷെ അവർക്ക് അതിനുള്ള അധികാരമുണ്ട്, അന്വേഷണം നടത്താനുള്ള. ആ അന്വേഷണത്തിൽ തെളിവുണ്ടെങ്കിൽ മാത്രമേ അവർക്ക് നടപടി സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ കഴിയൂ. തെളിവില്ലാതെയാണ് നടപടിയെങ്കിൽ ഇപ്പൊ കെജ്രിവാളിനെതിരെ നടപടി സ്വീകരിച്ചു, അത് കോടതി തള്ളിക്കളയുന്ന അവസ്ഥയിലേക്ക് വന്നു. തെളിവുകളില്ലാതെയാണ് EDയുടെ ഭാഗത്ത് നിന്ന് CBIയുടെ ഭാഗത്ത് നിന്ന് നടപടി ഉണ്ടായത് എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയുടെ പരാമർശം പിന്നീട് വന്നിട്ടുള്ളത്. അപ്പൊ ഇത്തരം വിഷയങ്ങളിൽ പോലും ഒരു ശരിയായ നിലപാടല്ല. എല്ലാം അക്രമത്തിലൂടെ മറികടക്കുക എന്ന ശൈലി കേരളത്തിൽ തിരുത്താത്തിടത്തോളം കാലം ആ പാർട്ടിക്ക് വളരാൻ സാധിക്കില്ല എന്ന അഭിപ്രായമുള്ള ഒരാളാണ്.